ഓം നമഃശിവായ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ അധ്യായത്തിൽ രാമേശ്വരം ക്ഷേത്രത്തെ പറ്റിയാണ് പറയുന്നത്. തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയിലുള്ള പട്ടണമാണ് രാമേശ്വരം. ഇന്ത്യയുടെ മുഖ്യഭൂമിയിൽ നിന്നും പാമ്പൻ കനാലിനാൽ വേർതിരിക്കപ്പെട്ടിരിക്കുന്ന പാമ്പൻ ദ്വീപിലാണ് രാമേശ്വരം പട്ടണം സ്ഥിതി ചെയ്യുന്നത്. ശ്രീലങ്കയിലെ മാന്നാർ ദ്വീപിൽ നിന്നും ഏകദേശം 50 കിലോമീറ്റർ അകലെയാണ് പാമ്പൻ ദ്വീപ് അഥവാ രാമേശ്വരം ദ്വീപ്. രാമായണം എന്ന ഇതിഹാസ കാവ്യമനുസരിച്ച് ലങ്കാധിപതിയായ രാവണൻ അപഹരിച്ച സീതയെ മോചിപ്പിക്കാനായി ശ്രീരാമൻ ഭാരതത്തിൽ നിന്നും ലങ്കയിലേക്ക് പാലം നിർമ്മിച്ച സ്ഥലമാണിത്. രാവണ സംഹാരത്തിനു ശേഷം മടങ്ങിയെത്തിയ ശ്രീരാമനോട് രാവണനെ കൊന്ന ബ്രഹ്മഹത്യാദോഷം പരിഹരിക്കാനായി സീതാദേവിയോടും ലക്ഷ്മണനോടുമൊപ്പം ശിവലിംഗ പ്രതിഷ്ഠ നടത്തി മഹേശ്വര പ്രീതി ലഭ്യമാക്കുവാൻ അഗസ്ത്യൻ നിർദ്ദേശിച്ചുവത്രേ. പ്രതിഷ്ഠ നടത്തുവാൻ മുഹൂർത്തം കുറിച്ച് കൈലാസത്തിൽ നിന്ന് ശിവലിംഗം കൊണ്ടുവരുവാൻ ഹനുമാനെ അയച്ചതായും ശിവലിംഗം എത്തിക്കാൻ ഹനുമാന് കാലതാമസം നേരിട്ടതിനാൽ സീതാദേവി തന്റെ കരങ്ങളാൽ മണലിൽ സൃഷ്ടിച്ച ലിംഗം പ്രതിഷ്ഠിച്ച് മുഹൂർത്ത സമയത്ത് തന്നെ പൂജാതി ക്രിയകൾ അനുഷ്ഠിച്ചതായും പറയപ്പെടുന്നു. തിരിച്ചെത്തിയ ഹനുമാൻ പൂജ കഴിഞ്ഞത് കണ്ട് ദുഃഖിതനായെന്നും അദ്ദേഹത്തെ സാന്ത്വനിപ്പിക്കാനായി രാമൻ പ്രതിഷ്ഠിച്ച ശിവലിംഗത്തിന് അടുത്ത് തന്നെ ഹനുമാൻ കൊണ്ടുവന്ന ശിവലിംഗം പ്രതിഷ്ഠിച്ചു. ആ ശിവലിംഗത്തിന് ആദ്യം പൂജ ചെയ്യണമെന്ന് ശ്രീരാമൻ കൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ തന്നെയാണ് ഇപ്പോഴും പൂജകൾ നടക്കുന്നത്. ഇന്ത്യയിലെ 4 മഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ് രാമനാഥ സ്വാമി ക്ഷേത്രം. വടക്ക് ബദ്രീനാഥ്, കിഴക്ക് പൂരി ജഗന്നാഥ ക്ഷേത്രം, പടിഞ്ഞാറ് ദ്വാരക, തെക്ക് രാമേശ്വരം എന്നിവയാണിത്. ഇതിൽ രാമേശ്വരം മാത്രമാണ് ശിവക്ഷേത്രം. ഭാരതത്തിലുള്ള 12 ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് രാമേശ്വരം. ഭാരത ഉപദ്വീപിൽ നിന്ന് ലങ്കയിൽ എത്തിച്ചേരുന്നതിനാൽ ഇവിടെ നിന്ന് ശ്രീരാമൻ വാനരസേനയുടെ സഹായത്തോടെ ലങ്കയിലേക്ക് പാലം പണിതു എന്നാണ് വിശ്വാസം. രാമായണത്തിൽ ഈ കഥ സേതുബന്ധനം എന്ന് പരാമർശിക്കുന്നു. രാമായണത്തിൽ പരാമർശിക്കപ്പെടുന്ന പാലം എന്ന് വിശ്വസിക്കപ്പെടുന്ന ഭൂഭാഗം രാമസേതു എന്ന പേരിലാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. പാലത്തിന്റെ നിർമ്മാണം ആരംഭിക്കേണ്ട സ്ഥലം ശ്രീരാമൻ തന്റെ ധനുസിന്റെ അഗ്രം കൊണ്ട് അടയാളപ്പെടുത്തി എന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലമാണ് ധനുഷ്കോടി. രാവണനെ പരാജയപ്പെടുത്തിയ ശേഷം ഇന്ത്യയിൽ തിരിച്ചെത്തിയ രാമൻ വിഭീഷണന്റെ അഭിപ്രായം മാനിച്ച് തന്റെ വില്ലിന്റെ മുന കൊണ്ട് സേതുവിനെ ഉടക്കിയാൽ ധനുഷ്കോടി എന്ന സ്ഥലനാമം ഉണ്ടായി എന്നും പറയപ്പെടുന്നു. ക്ഷേത്രത്തിനുള്ളിലെ നീണ്ട പ്രദക്ഷിണ വഴികൾ സുപ്രസിദ്ധമാണ്. ഇവയിൽ ഏറ്റവും പുറമെയുള്ള ഇടവഴി അതിന്റെ ദൈർഘ്യത്താൽ കീർത്തി കേട്ടതാണ്. ക്ഷേത്രത്തിനുള്ളിലുള്ള 22 പവിത്ര കുണ്ടങ്ങളിലെ ജലത്തിലുള്ള സ്നാനം മോക്ഷദായകമായി വിശ്വാസികൾ കരുതിപ്പോരുന്നു. ഇവിടെ എത്തുന്ന തീർത്ഥാടകർ ആദ്യം ലക്ഷ്മണ തീർത്ഥത്തിൽ സ്നാനം ചെയ്യണം. മഹോദധിയും രത്നാകരവും സന്ധിക്കുന്ന ധനുഷ്കോടിയിൽ മുങ്ങിക്കുളിച്ചാലേ കാശി യാത്ര ഫലം സമ്പൂർണമായി ലഭിക്കൂ എന്നാണ് വിശ്വാസം. കാശിയിൽ നിന്നും ഗംഗാജലം ഇവിടെ കൊണ്ടുവന്ന് രാമേശ്വരം ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്യുന്നതും വിശേഷമാണ്. ഇവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ സീതാതീർത്ഥം എന്ന കുണ്ടമാണ്. അത് കഴിഞ്ഞ് രാമതീർത്ഥം എന്ന പൊയ്ക. ഇതിലെ ജലം ഉപ്പുള്ളതാണ്. രാമേശ്വരം ക്ഷേത്രത്തിൽ 22 തീർത്ഥക്കിണറുകളുണ്ട്. ക്ഷേത്ര ജീവനക്കാർ ഓരോ തീർത്ഥത്തിൽ നിന്നും ജലം ബക്കറ്റിൽ കോരി ശിരസിൽ ഒഴിച്ച് സ്നാനം ചെയ്യിക്കും. രാമേശ്വരത്തെ തീർത്ഥങ്ങളിലെ പുണ്യജലത്തിൽ കുളിക്കുന്നതിലൂടെ ഭക്തരുടെ മുൻകാല പാപങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്നാണ് വിശ്വാസം. ധനുഷ്കോടിയിൽ കുളിച്ചാൽ ദോഷങ്ങൾ മാറുന്നത് കൂടാതെ സന്താന ഭാഗ്യം ലഭിക്കുമെന്നാണ് വിശ്വാസം.